വീണ്ടും ഒരു റംബൂട്ടാൻ സീസൺ കൂടി അവസാനിക്കുമ്പോൾ നാട്ടുകവലകളിലെല്ലാം ഇപ്പോൾ റംബൂട്ടാൻ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടുകൂടി വരും ദിവസങ്ങളിൽ ഈ പഴത്തിന്റെ വില ഇനിയും ഉയരുവാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും വില അല്പം ഉയർന്നാലും റംബൂട്ടാൻ വാങ്ങാനെത്തുന്നവരുടെ തിരക്കിന് യാതൊരുവിധ കുറവുമില്ല. തൂക്കുപാലം മാർക്കറ്റിനുള്ളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. നല്ല കായ്കൾ കിലോ 250 രൂപയ്ക്കാണ് വിൽപ്പന. നിറം മങ്ങിയവ 200-നും വിൽക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ആഗസ്റ്റ് ആദ്യത്തോടെ റംബൂട്ടാൻ വിൽപ്പന അവസാനിച്ചിരുന്നു. കാലാവസ്ഥയുടെ വ്യത്യാസത്തിൽ ഏറെ വൈകിയാണ് ഇത്തവണ റംബൂട്ടാൻ പഴങ്ങൾ കായ്ച്ചു തുടങ്ങിയത്. നിപ്പ ഭീതിയിലും കച്ചവടക്കാർ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതും വിൽപ്പനയെ ബാധിച്ചു. എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞതോടെ കാലം തെറ്റിയ കായ്ഫലത്തിന് ആവശ്യക്കാർ ഇപ്പോൾ ഏറെയാണ്. റംബൂട്ടാന്റെ സീസൺ തീരുവാണ്. ആവശ്യക്കാർ കൂടുതലാണ്. സാധനം ഇയാളുടെ വേനൽ കൂടുതലായ കാരണം കുറവായിരുന്നു. ഇത് പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി എല്ലാം വരുന്നത്. പ്രാദേശികമായിട്ട് ഇവിടെ ഉണ്ടാകും. ഇവിടുത്തെ അതിലേക്ക് കുറേശ്ശെ ഉണ്ട്. അതൊരു സീസൺ അങ്ങനെ ഇപ്പം പൂവിട്ട് ആയതേ ഉള്ളൂ. 2 മാസം കൂടെ കഴിയുന്ന പറഞ്ഞാൽ 100 രൂപ മുതൽ 150 രൂപ വിലയിൽ തോട്ടങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഇടനിലക്കാരെ ഒഴിവാക്കി ഇക്കുറി സ്വന്തമായി വഴിയോരങ്ങളിൽ കച്ചവടം നടത്തിയും പ്രാദേശികമായി വിറ്റും ഉടമകൾ ലാഭം കണ്ടെത്തുകയാണ്. വിളവെടുത്ത ശേഷം മൊത്തക്കച്ചവടക്കാർ പഴങ്ങൾ വേർതിരിച്ചാണ് കൊണ്ടുപോകുന്നത്. വലിപ്പം കൂടിയവ എടുക്കുകയും ചെറുതും ഭംഗി കുറഞ്ഞവയും ഉപേക്ഷിക്കുന്നതും ഉടമകൾക്ക് നഷ്ടം നേരിട്ടു. ഇതോടെയാണ് പ്രാദേശിക വിൽപ്പന വർദ്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.